ഇസ്രായേലിന്റെ സൈനിക ഉപകരണങ്ങൾ കാലിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇസ്രായേലിലേക്ക് നിയമവിരുദ്ധമായി കടത്താൻ ശ്രമിച്ചിട്ടുള്ള സൈനിക ഉപകരണങ്ങൾ പിടികൂടിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നമുക്കിത് വിശദമായി പരിശോധിക്കാം. അതുപോലെ ചർച്ച ഫെയിൽ ആയിട്ടുള്ള കാര്യം, പരാജയപ്പെട്ടുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ US-ന്റെ ഇന്റലിജൻസ് എന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇറാനെ സഹായിക്കാൻ ചൈന മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് US ഇന്റലിജൻസ് എന്ന് വന്നിട്ടുണ്ട്. നമുക്കതും ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായി ഇസ്രായേലിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. നമുക്ക് ആദ്യം അത് നോക്കാം. ഇസ്രായേലിൽ നിന്നും വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഫെബ്രുവരി 28 മുതൽ ഇന്നേക്ക് വരെ ഇസ്രായേലിൽ ഡാമേജ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആയിട്ടുള്ള ബിൽഡിങ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 5000-ൽ കൂടുതൽ, അതായത് 5000-ൽ കൂടുതൽ ബിൽഡിങ്സ് ഡാമേജ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആയിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിലെ ഒരു ന്യൂസ് പേപ്പർ ആയിട്ടുള്ള മാരിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അത്രയും ഡിസ്ട്രാക്ഷൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ. പലതും പുറത്തു വിടാത്തതാണെന്നാണ് ഈ ഒരു ന്യൂസ് പേപ്പർ, ഈ ന്യൂസ് ഏജൻസി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇസ്രായേലിലേക്ക് നിയമവിരുദ്ധമായി സൈനിക ഉപകരണങ്ങൾ കടത്തിയിട്ടുള്ളത് ആരാണെന്നും ആരാണ് പിടികൂടിയിട്ടുള്ളത് എന്നുള്ള വാർത്ത നോക്കാം. UK's armed firms catch trying to illegally send military equipments to Israel view Belgium. ബെൽജിയം വഴി ഇല്ലീഗലായിട്ട് മിലിറ്ററി എക്യുപ്മെന്റ്സ് ഇസ്രായേലിലേക്ക് അയക്കാൻ ശ്രമിച്ചിട്ടുള്ള UK ആംസ് ഫേമിനെയാണ് പിടികൂടിയിട്ടുള്ളത്. ബെൽജിയം ആണ് പിടിച്ചിട്ടുള്ളത്, അതായത് ബെൽജിയത്തിൽ നിന്നാണ് പിടിച്ചിട്ടുള്ളത്. റൂട്ട് കണ്ടല്ലേ, UK, ബെൽജിയം, ഇസ്രായേൽ, അതാണ് റൂട്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് the intercept shipments have been transported to Belgium by truck from UK and were set to be loaded onto Challenge Airline flight to Israel. അതായത് UK ഈ പിടികൂടിയിട്ടുള്ള കൺസൈൻമെന്റ് UK-യിൽ നിന്നും ട്രക്ക് വഴി ബെൽജിയത്തിലേക്ക് എത്തിക്കുകയും ബെൽജിയത്തിൽ നിന്നും ചലഞ്ച് എയർലൈൻസ് ഫ്ലൈറ്റ് വഴി ഇസ്രായേലിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഇതിലുണ്ടായിട്ടുള്ളത്, ഈ ഷിപ്മെന്റിൽ ഉണ്ടായിട്ടുള്ളത് മിലിറ്ററി എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള ഡേസേഴ്സ്, സൈറ്റ്സ്, ഫയർ കൺട്രോൾ സിസ്റ്റം, അതുപോലെ എയർക്രാഫ്റ്റ് കോമ്പോണൻസ്, മറ്റു എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ഈ ഒരു കൺസൈൻമെന്റിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ റിപ്പോർട്ടിൽ ഈ ഒരു നിരീക്ഷകർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാര്യം ഇല്ലീഗലായിട്ട് കടത്താൻ 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ടുള്ള കാരണം പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു കാര്യം, അതായത് ഇസ്രായേലിൽ ഈ ഒരു ആംസ് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ അത് നാണക്കേടാണ്. കാരണം ഇസ്രായേലിൽ എല്ലാ രാജ്യങ്ങളെയും കണ്ട രാജ്യങ്ങളെ തെച്ചു അടിച്ചുകൊണ്ടിരിക്കലാണ്. ആ സമയത്ത് ഇസ്രായേലിന്റെ അടുത്ത് വേണ്ടത്ര എക്യുപ്മെന്റ്സ് ഇല്ല, മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണെന്ന് പറയുമ്പോൾ ഇസ്രായേലിന് അത് നാണക്കേടാണ്, അത് മോശമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് ഇല്ലീഗലായിട്ട് ആരും അറിയാതെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒന്നാമത്തെ കാരണം ഇതായിരിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. രണ്ടാമതായിട്ടുള്ള കാരണം പറഞ്ഞിട്ടുള്ളത് UK-ന്റെ കാര്യമാണ്. കാരണം UK ഇതിൽ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്തിട്ട്, കാരണം നമുക്കറിയാം ഒരു രാജ്യവും ഇതുവരെ ഇസ്രായേലിനെയോ US-നെയോ ഇപ്പോൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിയിൽ ഇതുവരെ ഹെൽപ്പ് ചെയ്തിട്ടുമില്ല, അതുപോലെ ഫേവർ ചെയ്തിട്ടുമില്ല, സപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ UK ഇങ്ങനെ എക്യുപ്മെന്റ്സ് അയച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ UK-ക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതും കൊണ്ടായിരിക്കാം ഇതിങ്ങനെ ഒരു ആരും അറിയാത്ത രീതിയിൽ ഇത് അയക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. മൂന്നാമതായിട്ടുള്ള കാര്യം, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം UK-യുടെ നിയമം ഗവൺമെന്റ് അറിയാതെ ഈ കമ്പനീസ്, വാർ നടക്കുന്നത് കൊണ്ട് തന്നെ കമ്പനീസിന് എന്താണ് ലാഭം, പ്രോഫിറ്റ് ആണ് നോക്കുക. അപ്പൊ അവർ ഗവൺമെന്റിന്റെ സമ്മതമില്ലാതെ അറിയാത്ത രീതിയിൽ, അതായത് സീക്രട്ട് ആയിട്ട് ഈ ഒരു കാര്യം ഇല്ലീഗലി എത്തിക്കാൻ ശ്രമിച്ചതാവാം എന്നാണ് നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള ഈ ഒരു കൺസൈൻമെന്റ് അയക്കാനുള്ള കാരണം. പക്ഷേ ഈ കൺസൈൻമെന്റ് ബെൽജിയത്തിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. ഇതിപ്പോൾ പിടികൂടിയത് കൊണ്ട് അറിഞ്ഞു, പിടികൂടാതെ അറിയാതെ എത്ര കൺസൈൻമെന്റ്സ് ഇപ്പോൾ ഇസ്രായേലിൽ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. നമ്മൾ മനസ്സിലാക്കണം, ഇവർ ഒരുപാട് രാജ്യങ്ങളെ അടിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഇവർക്ക് ഉണ്ടാവില്ല. അത് മറ്റു രാജ്യങ്ങൾ ഇതുപോലെ ഹെൽപ്പ് ചെയ്തിട്ട് അടിക്കുന്നതാണ്, രാജ്യങ്ങളോ അല്ലെങ്കിൽ കമ്പനീസോ. ഇനി US-ൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, US-ലെ ഫോർമർ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറയുന്ന ഒരു കാര്യമാണ്. അവർ പറയുന്നത്, ഫോർമർ ആണ്, X ആണ്, അതായത് നെതന്യാഹു വാണ്ട് us to strike, അതായത് നെതന്യാഹുവിന് US-നെ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യണം ഇറാനെ. ആ ഒരു കാരണവുമായി പ്രസിഡന്റ് ഒബാമയുടെ സമയത്ത് വന്നു. ഒബാമന്റെ അടുത്ത് വന്നിട്ട് കാര്യം പ്രസന്റ് ചെയ്തു, പക്ഷെങ്കിൽ ഒബാമ റിഫ്യൂസ് ചെയ്തു. അതേ കാര്യവുമായിട്ട് ബെഡിന്റെ അടുത്ത് വന്നു, ബെഡും റിഫ്യൂസ് ചെയ്തു. അങ്ങനെ അവസാനം ട്രംപിന്റെ അടുത്ത് വന്നു, ട്രംപ് അതിന് സമ്മതിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അതായത്
ഇപ്പോഴല്ല, ആദ്യമേ ഇവർ പറയുന്നത് കുറെ വർഷങ്ങളായി ഇറാനെ സ്ട്രൈക്ക് ചെയ്യണം, അറ്റാക്ക് ചെയ്യണം എന്നും പറഞ്ഞ് നെതന്യാഹു നടക്കുന്നത്. പക്ഷേ ഒരു US പ്രസിഡന്റും ആ ഒരു കാര്യത്തിൽ സമ്മതിച്ചിട്ടില്ല. അവസാനം ട്രംപ് ആണ് സമ്മതിച്ചിട്ടുള്ളത്. അതിനുള്ളതാണ് ഇപ്പോൾ US അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി US ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് ദ ന്യൂയോർക്ക് ടൈംസ് ആണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി കൺഫേം ചെയ്തിട്ടുള്ളത് ഒരു ഷിപ്മെന്റ് ഷോൾഡർ ഫയർ മിസൈൽസ് ഇറാനിലേക്ക്, അതായത് ഷോൾഡർ ഫയർ മിസൈൽ ഉള്ള ഒരു കൺസൈൻമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഷിപ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇറാനിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഇതാണ് പറഞ്ഞത്. അതായത് കോൺഫ്ലിക്ട് അഗൈൻസ്റ്റ് US ആൻഡ് ഇസ്രായേൽ, US ഇസ്രായേൽ ഈ കോൺഫ്ലിക്ട് നടക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം അയച്ചിട്ടുള്ളത് എന്നാണ് US ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ന്യൂസ് ഏജൻസി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതൊരു ഡെഫിനറ്റീവ് അല്ല, അതായത് ഇതൊരു ഷുവർ അല്ല, ഉറപ്പായിട്ടില്ല, എവിഡൻസ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഈ ഒരു കൺസൈൻമെന്റ് അയച്ചിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് ഇവർ തന്നെ ഉള്ളത്, ഇന്റലിജൻസ്. കാരണം there are no evidence that the Chinese missile have yet been used against America or Israel forces during the conflict. ഈ കോൺഫ്ലിക്റ്റിന്റെ സമയത്ത് ഇറാനെതിരെയോ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെയോ ആയിട്ട് ഈ ഒരു ചൈനീസ് മിസൈൽസ് ഉപയോഗിച്ചതായിട്ടുള്ള യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ ഇത് അയച്ചോ ഇല്ലയോ എന്ന് അവർക്ക് തന്നെ സംശയമാണ്. എന്നാൽ അതേസമയം ഇന്റലിജൻസ്, US ഇന്റലിജൻസ് പറയുന്നത് ചൈന സീക്രറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവായിട്ട് ഈ വാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അലോയിങ് സം കമ്പനീസ് ടു ഷിപ്പ് chemicals, fuels and components that can be used in military production to Iran for war. ഈ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള ഇറാന് മിലിറ്ററി പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കോമ്പോണൻസ്, ഫ്യൂവൽസ്, കെമിക്കൽസ് ഒക്കെ പല കമ്പനീസും, ചൈനയുടെ പല കമ്പനീസിനും ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ചൈന കൊടുത്തിട്ടുണ്ട്. അതായത് ആക്റ്റീവ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് US ഇന്റലിജൻസ് ഫോഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നേരിട്ട്, അതായത് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി എക്യുപ്മെന്റ്സ് ഇറാനിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചൈനക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതായത് മുഴുവനായിട്ടും ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു എക്യുപ്മെന്റ്സ് കൊടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അതേസമയം സം ഒഫീഷ്യൽസ് ഇൻ ദി ഗവൺമെന്റ്, ചൈനയുടെ ഗവൺമെന്റിലുള്ള ചില ഒഫീഷ്യൽസിന് ഈ ടു അലോ ഇറ്റ്സ് കമ്പനീസ് ടു ഡിറക്ട്, അതായത് ചില കമ്പനീസിനോട് ഡയറക്റ്റ് ആയിട്ട് ഇത് സപ്ലൈ, അതായത് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്ത എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ഇത് അവർക്കുണ്ട്. പക്ഷെ ഗവൺമെന്റ് മൊത്തത്തിൽ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നില്ല എന്നാണ് US ഇന്റലിജൻസ് പറഞ്ഞിട്ടുള്ളത്. ഇനി റഷ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ US ഇന്റലിജൻസ് ഫോഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, റഷ്യ ഹാസ്, അതായത് the agents have seen evidence that Russia has provided the Iranian military with specific satellite intelligence to help Iran's Islamic Revolutionary Guard Corps target American ships. അമേരിക്കൻ ഷിപ്സിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇസ്ലാമിക്, അതായത് IRGC, ഇറാന്റെ IRGCനെ സ്പെസിഫിക് ആയിട്ടുള്ള സാറ്റലൈറ്റ് ഇന്റലിജൻസ് കൊടുത്തിട്ട് ഇറാൻ മിലിറ്ററിനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ്, അതിനുള്ള തെളിവ് ഉണ്ട് എന്നാണ് US ഇന്റലിജൻസ് ഏജൻസി പറയുന്നത്. അതായത് റഷ്യ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യമാണ് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ന്യൂയോർക്ക് ടൈംസ് ആണ് ഇപ്പോൾ പുറത്തുവിട്ടുള്ളത്. അതായത് US ഇന്റലിജൻസ് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മളുടെ ട്രംപ് അണ്ണനോട് ചോദിച്ചപ്പോൾ ട്രംപ് അണ്ണനെ മറുപടി കാണണ്ടേ, കണ്ടോളൂ. Well, if China does that, China's going to have big problems, okay? അങ്ങനെ ഷിപ്മെന്റ് ചൈന കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ചൈന ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചൈന ഈസ് ഗോയിങ് ടു ഹാവ് എ ബിഗ് പ്രോബ്ലം എന്നാണ് പറഞ്ഞത്. ചൈനക്ക് വലിയൊരു പ്രശ്നം വരാൻ പോകുന്നുണ്ട്. അത് ഇയാളെപ്പോഴും പറയുന്നത്, അതുകൊണ്ട് പിന്നെ കാര്യമൊന്നുമില്ല. ഇപ്പൊ കുറെ ദിവസമായിട്ട് പറയുന്നത് ജയിച്ചേ എന്നാണ്. ഇപ്പോൾ ചൈനക്ക് പണി കൊടുക്കുന്നു പറയുന്നത്. ഇത് ചിലപ്പോൾ ശരിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പണ്ട് മുതലേ US-നെ അടിക്കാൻ കിട്ടുന്ന ഒരവസരവും ചൈന വെറുതെ വിടാറില്ല. ഇറാനെ പരമാവധി സഹായിക്കാറുണ്ട്. നമുക്കറിയാം, ഇറാനെ സാങ്ഷൻ കൊടുത്തപ്പോൾ 2019 സാങ്ഷൻസ് വെച്ചപ്പോൾ അവിടുന്ന് ആരും ഒരു സാധനവും, അതായത് ഒരു ട്രേഡും നടത്താൻ പാടില്ല ഇറാനുമായിട്ട് US പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സാങ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സാങ്ഷൻ എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞിട്ട് ട്രേഡ് ചെയ്ത ടീംസ് ആണ് ഈ ചൈന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരിത് ചെയ്തു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ വലിയ റീസൺ ഒന്നുമില്ല, അവർ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ US ഇന്റലിജൻസിന്റെ മറ്റൊരു റിപ്പോർട്ടാണ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത്. ദ വാൾ സ്ട്രീറ്റ് ജേർണൽസ് ആണ്. ഇവർ പറഞ്ഞിട്ടുള്ളത് ഇറാൻ still has thousands of ballistic missiles and many stored underground. അണ്ടർഗ്രൗണ്ടിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒട്ടനവധിയും അതുപോലെ ബാലിസ്റ്റിക് മിസൈൽ, ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈൽസ് ഇപ്പോഴും ഇറാന്റെ പക്കലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് US ഇന്റലിജൻസ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ മിസൈൽ റെഡ്യൂസ്ഡ് ബൈ അപ്രോക്സിമേറ്റ്ലി 50%, 50% ഇറാന്റെ മിസൈൽസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും യെറ്റ് ഇറാൻ സ്റ്റിൽ ഹോൾഡ് thousands plus
ആയിരക്കണക്കിന് മീഡിയം റേഞ്ച് മിസൈൽസും അതുപോലെ സം ക്രൂയിസ് മിസൈൽസും ഒക്കെ ഇപ്പോഴും ഇറാന്റെ പക്കലുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഡ്രോൺ ഫ്ലീറ്റ് ഹാസ് ഷ്രങ്ക് സിഗ്നിഫിക്കന്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡ്രോൺസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറാൻ മേ സീക്ക് റീപ്ലേസ്മെന്റ് ഫ്രം റഷ്യ. റഷ്യയിൽ നിന്നും ഇറാൻ ചിലപ്പോൾ എന്താണ് റീപ്ലേസ്മെന്റ് ചോദിച്ചേക്കാം, അതായത് ഇറക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇമ്പോർട്ട് ചെയ്യാൻ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറാൻ ശ്രമിച്ചേക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാ ഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു വാറ് വന്നാൽ, ഇനി ഒരു അടി ഇസ്രായേലിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഇറാന്റെ അടുത്തുനിന്നോ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടാണ്, US ഇന്റലിജൻസ് റിപ്പോർട്ടാണ്, റഷ്യയും ഒരു ഭാഗത്തുണ്ട്, ചൈനയും ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത്. ഇനി ഈ ഒരു പീസ് ടോക്ക് ഇപ്പോൾ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ. അതായത് അവിടുന്ന് ഡെലിഗേറ്റ്സ് ഒക്കെ തിരിച്ചുപോയി, ഇറാനിയൻ ഡെലിഗേറ്റ്സ് ഇറാനിലേക്കും പോയി, US ഡെലിഗേറ്റ്സ് US-ലേക്കും പോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നമെന്ന്, അതായത് ഇവരുടെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ഇപ്പോഴാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. US പറയുന്ന കാര്യം എന്ന് പറയുന്നത് 30 ഡേ സീസ് ഫയറിന്റെ കാര്യമാണ്. എന്നാൽ ഇറാൻ പറഞ്ഞുള്ളത് കംപ്ലീറ്റ് എൻഡ് ടു ദി അറ്റാക്ക് കംപ്ലീറ്റ്ലി എൻഡ് ചെയ്യണം എന്ന് പറഞ്ഞത്. അതുപോലെ റീ ഓപ്പണിംഗ് ദ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് എന്നാണ് US പറഞ്ഞുള്ളത്. എന്നാൽ ഇറാൻ പറഞ്ഞുള്ളത് ഗ്യാരണ്ടി ഓഫ് ഇറാനിയൻ സുവറിനിറ്റി ഓവർ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ്. സ്ട്രീറ്റ് ഓഫ് ഹോർമൂസിലെ ഫുൾ കൺട്രോൾ ഇറാന് ഗ്യാരണ്ടി ചെയ്യണമെന്നാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ US പറഞ്ഞുള്ള മറ്റൊരു കാര്യം, ഇറാൻ ടു എൻഡ് സപ്പോർട്ട് ഓഫ് റീജിയണൽ ആലീസ്. അവിടെ റീജിയണൽ ആലീസ് ആയിട്ടുള്ള ടീംസ് ഉണ്ടല്ലോ, അവിടെ ഇറാന് അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തണമെന്നാണ് പറഞ്ഞത്. എന്നാൽ അതേസമയം ഇറാൻ പറഞ്ഞത് US ആൻഡ് ഇസ്രായേൽ ടു സ്റ്റോപ്പ് അറ്റാക്കിംഗ് റീജിയണൽ ആലീസ്. റീജിയണൽ ആലീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ലബനാനിലൊക്കെ അടിക്കുന്നത് നിർത്തണമെന്നാണ്, US ഇസ്രായേലും സ്റ്റോപ്പ് ചെയ്യണം, അറ്റാക്കിംഗ് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത്. അതുപോലെ US പറഞ്ഞുള്ള മറ്റൊരു കാര്യം, ഡിസ്മാൻഡ്ലിംഗ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം, പൊളിച്ചു മാറ്റണം, പൊളിച്ചു നീക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇറാൻ പറഞ്ഞത് റിഫ്യൂസ് ടു സറണ്ടർ ന്യൂക്ലിയർ റൈറ്റ്സ് സറണ്ടർ ചെയ്യാൻ റിഫ്യൂസ് ചെയ്തു, ഒഴിവാക്കി, പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ US പറഞ്ഞുള്ള മറ്റു 2 കണ്ടീഷൻസ് എന്ന് പറയുന്നത് നെവർ ഡെവലപ്പ് എ ന്യൂക്ലിയർ വെപ്പൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മറുപടി നേരത്തെ ഇറാൻ പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ. അതുപോലെ ആൻഡ് യുറാനിയം എൻറിച്ച്മെന്റ്, അതും സാധിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞു. അങ്ങനെ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നും യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് നടന്നിട്ടുള്ള ഈ ഒരു പീസ് ടോക്ക്, ഈ ഒരു നെഗോസിയേഷൻ അപ്പാടെ പൊളിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ ഇടയിൽ നമ്മളുടെ ട്രംപ് അണ്ണൻ ഒരു കാര്യവുമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് മാസീവ് നമ്പർ ഓഫ് കംപ്ലീറ്റ്ലി എംപ്റ്റി ഓയിൽ ടാങ്കേഴ്സ് സം ഓഫ് ലാർജ് എനിവേർ ഇൻ ദ വേൾഡ് ആർ ഹെഡിങ് റൈറ്റ് നൗ. അതായത് ഒരുപാട് എണ്ണ ടാങ്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, എംറ്റി ആയിട്ട് കംപ്ലീറ്റ്ലി മാസീവ് നമ്പർ, ഒരുപാട് എന്നാണ് പറഞ്ഞത്. ലാർജ്ലി എനിവേർ ഇൻ ദ വേൾഡ് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ടു ദി US ഹെഡ് ചെയ്യുന്നു, US ടു ലോഡ് അപ്പ് വിത്ത് ദ ബെസ്റ്റ് ആൻഡ് സ്വീറ്റസ്റ്റ് ഓയിൽ എന്നാണ് പറഞ്ഞത്. എനിവേർ ഇൻ ദ വേൾഡിൽ എവിടെയും കിട്ടാത്ത സ്വീറ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഓയിലിന് വേണ്ടിയിട്ട് പല രാജ്യത്തു നിന്നും അല്ലെങ്കിൽ പല കപ്പലുകളും ലോകത്തു നിന്ന് മൊത്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, US വന്നിട്ട് ലോഡ് അപ്പ് അതായത് കയറ്റാൻ വേണ്ടിയിട്ട്, എണ്ണ കയറ്റാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. We have more oil than the next 2 large oil economies combined. ലാർജ് നമ്മുടെ ലാർജസ്റ്റ് ഓയിൽ എക്കണോമീസ് ഉണ്ടല്ലോ, അവരൊക്കെ കമ്പയർ ചെയ്തിട്ടും അതിനേക്കാൾ കൂടുതൽ we have more oil എന്നാണ് പറഞ്ഞിട്ടുള്ളത്. And higher quality. We are waiting for you. Quick turnaround. എത്രയും പെട്ടെന്ന് വരിക, അതായത് വി ആർ വെയിറ്റിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപ്. അതിന്റെ ഇടയിൽ കച്ചവടമാണ്, കച്ചവടത്തിന് തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബെൻസിനെ പോയി അടിച്ച് അവിടുത്തെ എണ്ണശേഖരം കൂടി കൈക്കലാക്കിയത്. അപ്പോൾ പിന്നെ എണ്ണശേഖരം ഉണ്ടാവില്ല, എണ്ണ ഉണ്ടാവില്ല, ക്രൂഡ് ഓയിൽസ് ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് ഇപ്പോൾ കച്ചവടം ചെയ്യുക, അതായത് കുറെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതെങ്ങനെയെങ്കിലും കച്ചവടം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണമല്ലോ. അപ്പൊ അതാണ് ഇപ്പോൾ കുറെ ദിവസമായി, ഇപ്പം ഇത് ഒരു പോസ്റ്റ് അല്ല, ഈ പോസ്റ്റ് ഉണ്ടല്ലോ, ഇതുപോലത്തെ 3-4 പോസ്റ്റായി ട്രംപിന്റെ ഇപ്പോൾ അക്കൗണ്ട്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്, പല രീതിയിലും പല ഭാവത്തിലും എന്ന് പറയുന്നത് പോലെ.